ചോദിക്കൂലാമോ? ഒരു പെണ്ണിനോട് പേര് ചോദിക്കുന്നത്? ഒരു പെങ്കൊച്ചിനോട് റാൻഡമായിട്ട് നീ വഴി കാണുന്ന ഒരു പെണ്ണിനോട് പേര് ചോദിക്കുന്നത് എങ്ങനെ? നീ ഇപ്പൊ എങ്ങനെ പേര് ചോദിച്ചേ? അല്ലാണ്ട് ഇങ്ങനെ പേര് ചോദിച്ച് നമ്പർ വാങ്ങി ആവശ്യം വരൂലേ? ഇല്ല, നേരെ എന്നിട്ട് നിന്റെ പേരെന്താണോ ചോദിക്കണേ? അതാണോ മര്യാദ? നിന്റെ പേരെന്താന്ന്? നിന്റെ പേരെന്താ? ഞാൻ അല്ല ചോദിക്കേണ്ട ഒരാളുടെ അടുത്ത്. സുഹൃത്തെ പേരെന്തുവാ അങ്ങനെയാണ് ചോദിക്കണ്ടേ. ഇത് കള്ളമില്ലി. നിന്റെ പേര് വെച്ച കള്ള കുട്ടി പേരെന്താ? നമ്പർ റോക്കറ്റിന്റെ ചന്ദ്ര വാസുണ്ണ പോയിട്ടോ ഓൾ ദ ബെസ്റ്റ്. ഓ ശരിയടാ. ഓ ഇല്ല, നമ്മുടെ എടാ R34 ലീഡർ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. ഇനിയിപ്പോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് നടക്കും. ഓ ശരി, വാറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എടാ വില്യം എന്താ പറയാൻ വന്നു? വില്യം എന്താ പറഞ്ഞു? വേണ്ട വെടിവെക്കല്ലേ. 100 മീറ്റർ ബാൻ. ഒരു മിനിറ്റ് ചന്ദ്രൻ പെടഞ്ഞു വീണ കേട്ടോ. ഒരു മിനിറ്റ്. വേണ്ട എന്നെ ഒന്ന് കൺട്രോൾ. എന്നെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യണോ? എടാ എന്നെ ഒന്ന് കൺട്രോൾ. എന്നെ ഒന്ന് ആശ്വസിപ്പിച്ച. പെട്ടെന്ന് ആശ്വസിപ്പിക്കേ. അണ്ണാ ജീവിതത്തിൽ അണ്ണനെ കാണാൻ വലിയ പോരാളി മറ്റാരും അല്ല. അതാണ് മനസ്സിലാക്ക്. ഇങ്ങനല്ലേ ആശ്വസിപ്പിക്കുന്നത്? ചന്ദ്രൻ എന്ത് ചെയ്യേ? ചന്ദ്രൻ ചത്തറിഞ്ഞില്ലേ? ചന്ദ്രൻ എന്ത് ചത്തോ? ഇല്ലല്ലോ. ഇതാ അതെന്തോ സംഭവിച്ചേ? അണ്ണ എനിക്ക് എന്തോ പറ്റി. എനിക്കെന്തോ എനിക്കറിഞ്ഞോട് എന്ത് പറ്റിയെന്ന്. അണ്ണ സിനിമ എടാ കെവിനെ, എടാ ഡേവിഡ് ചന്ദ്രബോസ് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അറിയാലോ. പിന്നെ ഡേവിഡ് വേറെ നല്ല പയ്യന്റെ കൂടെയാണ്. അപ്പം നീ തൽക്കാലം സിറ്റിയിൽ ആക്റ്റീവ് ആയാലും കുഴപ്പമില്ല. എന്തെങ്കിലും ബ്രേക്ക് വല്ല എടുക്കണമെങ്കിൽ ഇപ്പൊ എടുത്തോ കേട്ടോ. കേറ് ചന്ദ്ര, എടാ നീകനും മറ്റേ പൂച്ചപ്പണിയും വിളിച്ചോളൂ. വന്നപ്പോ തൊട്ട് തിന്നുവാണല്ലോ. എന്തോ കാര്യമായിട്ട് തിന്നുന്നുണ്ട്. പാവണ്ണാണോ പൂച്ചക്കുട്ടി ബാൻഡ് അമൽ കേക്ക്. എടാ ഇവിടെ എന്തോ ചാറ്റിൽ എന്തൊക്കെ നടക്കണേ? ചാറ്റിൽ വിഷയം നടക്കണേ. ദയവേത് ചന്ദ്ര ഫ്രണ്ട് ഒന്നും പൊക്കല. നമുക്ക് നമ്മുടെ വീട്ടിലെത്തണം. ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയാൻ വേണമെന്ന് പറഞ്ഞാൽ സിറ്റിയിൽ ഒരു പടം ഇറങ്ങി. നമ്മൾ പടത്തിന്റെ ട്രെയിലർ പോയി കണ്ടായിരുന്നു. അപ്പൊ ഈ പയ്യൻ പടം ഇടും. നമുക്കിരുന്ന് കണ്ടിട്ട് റിവ്യൂ പറയാം. ഓ അങ്ങനെ ഓക്കെ മനസ്സിലായോ? വണ്ടി മുന്നേ ഓടിക്കാൻ അറിയാത്ത ഇവന്റെ ഒക്കെ കൂടെ ഞാൻ ഓടിക്കാം. അണ്ണാ അത് ആ ഇടിക്കാതെ നായിന്റെ പോയാണ്. ഞാൻ പഴയ ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ അവന്റെ വീട്ടിൽ പോയാൽ ഇടിച്ചേനെ. അതെ ഇടിച്ചേനെ. അണ്ണാ ഒന്ന് കൺട്രോൾ ചെയ്യ. കൺട്രോള്. ഓ അണ്ണ ഏതാ അണ്ണ പൊക്കണ്ണ വീഴൂല. അണ്ണ പേടിക്കുന്നത്. അണ്ണ ധൈര്യമായിട്ട് പൊക്ക്. എനിക്ക് ഒരു താല്പര്യമില്ല. ഇതില് കൊറേ വിഷങ്ങൾ വരുന്നുണ്ടല്ലേ കിക്കിലും. കിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വണ്ടി ഇച്ചിരി സ്ലോ ആണെന്നല്ലേ. എന്റെ പൊന്ന സുഹൃത്തെ, റോഡിന് ക്രോസ് ആയിട്ടാണോ വണ്ടി ഓടിക്കുന്നേ? സോറി സുഹൃത്തെ, ഒരു സിറ്റുവേഷൻ ആയിരുന്നേ. വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ടില്ല. സുഹൃത്ത് മറ്റേ സിനിമയുള്ള ആളാണോ? അല്ലല്ല. ഓക്കെ കുഴപ്പമില്ല സുഹൃത്തെ. ഇങ്ങനെ കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സുഹൃത്തെ. അത് കാര്യത്തോടെ പറഞ്ഞല്ലോ. അത് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്തില്ല, അത്രേ ഉള്ളൂ. താങ്ക് യു. കുഴപ്പമില്ല കാര്യം ചെറുതായിട്ടൊന്നും കുഴപ്പമില്ല. സിറ്റുവേഷൻ ചന്ദ്ര ഇത്രേ ഉള്ളു. അവര് മാപ്പ് പറഞ്ഞു നമ്മളോട്. എടാ അറിയാതെ പറ്റിയതാണ്. കേട്ടോ ഇത്രേ ഉള്ളു ചന്ദ്ര. നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് അവോയ്ഡ് ചെയ്ത് വിടാം. നമ്മൾ അപ്പോഴത്തേക്കും ചാടി കയറി
പറഞ്ഞ തോക്കൊക്കെ എടുക്കുമ്പോഴാണ് പ്രശ്നം. ശരിയാണ് പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ക്ഷമിച്ചു വിടണോടാ. ഞാനിവിടെ അണ്ണ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇടിച്ചിടിയില്ലേ അണ്ണ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെക്കാട്ടിലും പൊങ്ങി പോകണ്ട ഞാൻ അണ്ണാണ് പൊങ്ങി പോകണ്ട. ഞാൻ അവിടെ തന്നെ നേരെ മേലോട്ട് പൊങ്ങി താഴോട്ട് വീണല്ലേ ഞാൻ 2 മിനിറ്റ് മുകളിൽ 7 അണ്ണ പോയി പറഞ്ഞിട്ടോ ഞാൻ ഇവിടെ ഇരിക്കാം. വേണ്ട ചന്ദ്ര കേർ. ഓ അത് ഇടിച്ചു നിർത്തി. ഓ ഇപ്പൊ വരും ഒന്നുകൂടെ രണ്ടോടെ വിളി. വിളി രണ്ടോടെ വണ്ടിയുടെ ഏറെ വണ്ടിയുടെ അത് ഓണാവൂല്ലേ നീ പോയി അത് പോയി അത് ചത്ത്. ബ്രോ ലിഫ്റ്റ് തരോ ബ്രോ ലിഫ്റ്റ് തരോ ഒരു പേരെന്തിന് ഓക്കെ ഒരു ലിഫ്റ്റ് എന്റെ പൊന്നു നീക അവിടെ നോക്കല തല തിരിച്ചു വിളി ഇപ്പുറത്തോട്ട് തിരിച്ചു വിളി തല ഇടത്തോട്ട് തല തിരിച്ചു വിളി നേരെ നോക്കിയോടി എന്റെ പൊന്നു നീക ഇടത്തോട്ട് തല തിരിച്ചു പിടിച്ചിട്ട് നേരെ വണ്ടി ഓടിയിട്ട് ഇടത്തോട്ട് തല പിടി നേരെ ഞാൻ പിടിച്ചെടുത്തോണ്ടാ കണ്ടില്ലേ വേണ്ട ഞാൻ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാ ബുദ്ധിയുള്ളവരോടെ കാര്യങ്ങള് അവിടെ വണ്ടിയുണ്ട് ഇതൊക്കെ ഇപ്പൊ സിറ്റിയിലെ ഞാൻ എനിക്കിത് കണ്ടിട്ട് എനിക്ക് ഒന്നും തോന്നാത്തതിന് അണ്ണ തന്നെ ഇത് കണ്ടിട്ട് ചന്ദ്രൻ ഇങ്ങനെ മരം പോലെ ഇരിക്കണത് ഇതൊക്കെ കണ്ടിട്ട് എന്റെ മനസ്സങ്ങ് മരവിച്ച്. ഞാൻ ഇടക്കിടക്ക് വരുന്നോണ്ടാന്ന് തോന്നുന്നു എന്റെ ഇപ്പോഴും അങ്ങോട്ട് മരവിച്ചിട്ടില്ല. എനിക്ക് ഇതുമായിട്ടൊന്നും ആപ്റ്റ് ആവാനേ പറ്റണില്ല. അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഞെട്ടലൊക്കെ വരുന്നില്ലേ അതൊക്കെ എനിക്ക് മാറി തുടങ്ങി. എന്തോ തിരിച്ചിടത്തോട്ട് നീയായിട്ടുള്ള എനിക്ക് അപ്പഴേ തോന്നി ഡേവിഡ് നീകൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതില്ല അത് ഇന്നത്തോടെ മറന്നത്. അണ്ണാ ഇതാരെ നോക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ ഹലോ ക്രിസ്ത്യാനോ റൊണാൾഡോയാ ഹലോ കേക്കുന്നില്ല. ഹലോ എവിടോ കേട്ട് നല്ല പരിചയമുള്ള ശബ്ദം. എന്നെ പൊക്കിയോണ്ട് ഒന്നളിയാവൻ. വാ എടാ നീകന വെടി വെച്ചിട്ട് വണ്ടി കയറി പോയി. എടാ നീക കൊന്നാ സാറേ. ഹലോ എന്താ സാറേ ഞങ്ങളുടെ സുഹൃത്തിനെ ആരോ വെടി വെച്ചിട്ട് സാറേ. ആര് താഴെ കിടക്കുന്ന കണ്ടോ? ഇവിടെ ആരും കിടക്കുന്നില്ലല്ലോ. നിങ്ങൾ റോഡിന് നടുക്ക് നിൽക്കുകയാണ്. സാറേ ദാ കിടക്കുന്നു സാറേ ദാ ഇവിടെ. എനിക്ക് ഇവിടെ ആരെയും കാണുന്നില്ല. എനിക്ക് നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. എനിക്കിവിടെ നിക്കുന്നില്ല ആരും. എനിക്ക് നിങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ബുദ്ധിയില്ലടാ ഇവന്. എന്റെ അമ്മ ഇത് ഇവിടെ നിന്നച്ച. നീ ഇങ്ങ് വന്നേ. എടാ നിനക്ക് കുറച്ചു നേരം സംസാരിക്കാതെ ഇതാക്കാതെ ഒന്ന് ഇരിക്കാൻ പറ്റുമോ? നീ ഇവിടെ എന്റെ ബാക്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ നിന്നോ കൈ കെട്ടി നിന്നോ അവിടെ നിക്ക്. ചന്ദ്രൻ എണ്ണീക്കട്ടെ. അതുവരെ നീ ഒന്നും ചെയ്യല്ല ദയവേത്. ഒന്നും ചെയ്യാതിരുന്നാ മതി. എനിക്കൊരു പടം കാണാൻ പോണം.
അവനെ ഈ കാറി പോന്നവൻ പുറകെ ഓടിയിട്ട് വാ ചെല്ല് ആ കാറി പോയവൻ എടാ ഒരു വണ്ടി എടുത്ത് കൊടുക്ക് അവൻ തൂക്കിട്ട് വരട്ടെ ചെല്ല നീ വരുന്നില്ല നീ പോയിട്ട് വാ എന്നാ എന്നാ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ അവരൊരു 15 പേരുണ്ട് നമ്മൾ 3 പേരുള്ളൂ നമ്മൾ 3 പേര് ചെന്ത് ചെയ്യാൻ 15 പേരുണ്ട് 15 പേരുണ്ടെങ്കിൽ അണ്ണൊരു 10 പേർക്കില്ലേ 5 പേരെ നോക്കാം ഓ നീ ഒരു 5 പേരെ നോക്കാം എന്നാ ഞാനിപ്പോ ഒരു 2 പരുന്തുവാസു എന്താ നിനക്ക് എക്സ്പ്രഷൻ ഒന്നുമില്ല അത് പേടിച്ചില്ലേ അത് അവന്മാരാണ് പേടിക്കും അല്ല നീ എന്താ പേടിക്കാത്തെ നമ്മളൊക്കെ കൂട്ടല്ലേ അതുകൊണ്ട് എങ്ങനെ നിന്റെ കൂട്ടെന്ന് പറയാൻ നീ ആരെന്റെ അളിയനാ നീ എന്റെ കൂടെ പഠിച്ചിട്ടുണ്ടോ അണ്ണനോട് മര്യാദക്ക് സംസാരിച്ചോളൂ കേട്ടല്ലേ ആണെങ്കിലും അടിച്ചിടും പോലീസുകാരുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് നീ ഈ ഗണ്ണെടുത്ത് വെടിവെക്കാം നിനക്ക് എന്ത് ബുദ്ധിയുണ്ട് എന്നാ നമ്മള് ഗാങ്സ്റ്റേഴ്സ് അല്ല അണ്ണന്റെ ധൈര്യത്തിൽ ഞാൻ അവനെ അടിച്ചാൻ കിട്ടാനാണ് അണ്ണുള്ളപ്പോ നമുക്ക് എന്ത് നോക്കണം എടാ നിന്റെ അടുത്ത് ഞാൻ ആ പൂച്ചപ്പണ്ടിയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ അണ്ണാമ്പണ്ടിയെ വിളിച്ചോണ്ട് വന്നേക്കുന്നു എന്ത് കാര്യമുണ്ട് നിനക്ക് പൂച്ചപ്പണ്ടിയാണ് ഞാൻ പറഞ്ഞത് അണ്ണാമ്പണ്ടിയെ വിളിച്ചോണ്ട് വരാനല്ല ഞാൻ പറഞ്ഞത് സാർ എവിടെ പോലീസ് എവിടെ വണ്ടി അണ്ണൻ നോക്കി ഞാൻ പക്കിലെ കൊണ്ടുവരാം എടാ നിനക്ക് എന്താ പോലീസുകാരെ കാണുമ്പോ ഇത്ര പേടി നീകനാണ് വെടിവെച്ച് കൊന്നെന്ന് തോന്നുന്നു കേട്ടാ ചന്ദ്രനെ എടാ നീ ഗാങ്സ്റ്റർ അല്ലേ ആ ശരിയാണല്ലോ ഞാൻ മറന്നു പോണേ നമ്മള് 3 ചന്ദ്ര ചന്ദ്രൻ നിന്നെ ആരും വെടിവെച്ചിട്ടതാണോ ആണോ എനിക്ക് ഒന്നും ഓർമ്മയില്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ഒരു വണ്ടിയുടെ എടാ വല്ലാത്ത സൂക്കേടാണ് ഇവ മറ്റേ എനിക്ക് ക്രോസ് ഒരു നായ്ക്ക് അവിടെ കടന്ന് എഴയാണ് ചന്ദ്ര വണ്ടി കയറി ഉള്ളവന്മാരായിട്ട് പോ ബുദ്ധി ഇല്ലാത്തവരത്തിനല്ലേ പോയത് കുഴപ്പമില്ല നമ്മളെ ഒരു യാതൊരു വിധത്തിലും ബാധിക്കുന്ന കേസല്ല ഈ താഴെ കിടക്കുന്നത് നമ്മളെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന കേസല്ല ഈ താഴെ കിടക്കുന്നത് നീ വണ്ടി വിട്ടോ വന്നാലും ഉപകാരമില്ല കൂടണ്ടാലും ഉപകാരമില്ല അവരെ സിറ്റുവേഷൻ എന്തോ ആണെന്ന് തോന്നുന്നു നമ്മളല്ലേ ഇപ്പൊ ഇടയ്ക്ക് കയറിയേ ബ്രോ ഈ ആരാന്ന് മനസ്സിലാവില്ലേ മുമ്പേ നമ്മുടെ ഇടിച്ചവനില്ലേ അവനാണത് എനിക്ക് ആളെ മനസ്സിലായി ഞാൻ മറ്റവന്റെ സിറ്റുവേഷന്റെ കാര്യമല്ല പറഞ്ഞ അവനല്ലേ വെടിവെച്ചേ നമ്മളെ കൊറേ നേരമായിട്ട് നമ്മളിവിടെ മറ്റേ പട്ടി ഇപ്പൊ വരും എടാ അവൻ പടവും കൊണ്ട് അവിടെ വന്ന് നിക്കുന്നു നീ ഒന്ന് അവിടെ എത്തിക്കോ എന്നെ ഇപ്പൊ അണ്ണാ നമ്മളെ പഴയ വണ്ടി ചന്ദ്ര വാസണ്ണ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല അണ്ണാ ഇവന്മാരൊക്കെ നമ്മളെ പേടി അങ്ങനെ പേടിക്കായി എടാ ഇവർ രണ്ടുപേരും ഇറക്കി വിട് നമ്മൾ അടിക്കണ്ടേ ഹലോ ഹലോ പട റെഡിയായോ ഞാൻ നിങ്ങളുടെ ഗാരേജിന്റെ ഔട്ട് അല്ല ഗ്യാങ് ഹൗസിന്റെ ഔട്ട് ഉണ്ട് ഞങ്ങള് കുറച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ പോയതാ ഓക്കെ ഓക്കെ കുറച്ച് എണ്ണയൊക്കെ മേടിക്കണമായിരുന്നു ഞാൻ മേടിച്ചിട്ട് വരുന്നു ഓക്കെ ഓക്കെ നമുക്ക് അവിടെ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് അവിടെ വന്നിട്ട് കുക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സിനിമ കാണാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ 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 പോട്ടെ അണ്ണാ എന്താണ് എണ്ണ കാര്യം പറഞ്ഞേ നമ്മള് ഒരു ചെറിയൊരു പാചകം ഉണ്ടോ ഇത് ചെയ്യണ്ടേ ചിക്കൻ ഫ്രൈ നീ അവിടെ പോയി കുനിഞ്ഞില്ലേ പാരച്ചൂട്ട് ഓയിലാണ് നല്ലത് സാധനമൊക്കെ എടുത്ത് വാരി വലിച്ച് തേച്ച് നിന്റെയൊക്കെ സാധനം മുറിഞ്ഞു പോകും പാരച്ചൂട്ട് ഓയിലും അതും ഒക്കെ എടുത്ത് വെച്ചിട്ട് അവന്റെയൊക്കെ വർത്താനം എക്സ്പീരിയൻസ് പോലെ പറയണേ ഡെയിലി അവൻ യൂസ് മനസ്സിലായില്ലേ സ്ട്രക്ചർ അണ്ണാ നമുക്ക് എവിടെ നിക്കാൻ പറ്റില്ല അണ്ണാ നമ്മള് സത്യം എവിടെ നിന്നൊക്കെയാണ് വള്ളി വന്നെന്ന് പറയാൻ പറ്റും ഇവന്മാർക്ക് എന്ത് ഇപ്പൊ അണ്ണന്റെ എന്റെ സ്ഥാനത്ത് കണ്ണാപ്പി ആയിരുന്നെങ്കിലേ ഓ ഇതൊരു പ്രശ്നമാക്കി മിനിമം ഒരു വാറിലെങ്കിലും എത്തിച്ചേനവൻ. ഞാൻ ഒരു കാര്യം പറയട്ടെടാ ചന്ദ്ര, ഞാൻ കണ്ണാപ്പിയോട് ഒരു ദിവസം മൊത്തം കഴിഞ്ഞിട്ടാ ഇപ്പൊ വരുന്നേ. കണ്ണാപ്പി എന്ന് പറഞ്ഞ കിഡിലും
എന്റെ അമ്മോ കിടിലം പോലത്തെ പയ്യൻ. ഒരു ദിവസം 2-2.5 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞില്ല. തന്തയില്ല കഴിവേറി. അവന് ഈ ഞാൻ പറയാം, ഞാൻ നേരിട്ട് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മള് പലാട്ട തൊട്ട് നമ്മള് മുതുക്ക് ഗറാജ് വരെ പോയെന്ന് വിചാരിച്ചോ. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു 20 പേരെ കണ്ട്. ആ 20 പേരിലും ഒരു 19 പേര് എന്റെ ചാനൽ അൺസബ് ചെയ്തെന്ന്. ഏറ്റവും കൂടുതൽ എനിക്ക് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ അൺസബ് റിപ്പോർട്ട് ആയത് അന്നാണ്. ഞാൻ എടുത്ത് നോക്കിയായിരുന്നു. അപ്പൊ അതില് ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ 20 പേരെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 19 പേര് അൺസബ് ചെയ്തതിൽ ഒരുത്തനെ ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞപ്പോഴത്തേന് അവൻ എന്തോ ഒരു ദയവ് വന്നിട്ട് അവൻ അങ്ങനെ തന്നെ നിർത്തി. അതെ ഇവരാണ് പടത്തിന്റെ ആൾക്കാർ. പടത്തിന്റെ ചന്ദ്ര ഒരു കടം ബാക്കിയുണ്ട്. ഹലോ 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 നിങ്ങളല്ലേ പടത്തിന്റെ ആൾക്കാര്? നിങ്ങള് ഈ പടത്തിന്റെ ആരൊക്കെയായിരുന്നു? ഞാൻ പ്രൊഡക്ഷൻ, ഇത് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ. അസിസ്റ്റന്റ് ഡയറക്ടർ. ഓക്കെ പ്രൊഡക്ഷൻ. ഓ പ്രൊഡക്ഷൻ ആണല്ലേ. ഓക്കെ വരും. നമുക്ക് നമ്മള് തിയേറ്ററിലോട്ട് കൊണ്ടുപോകാം. ഈ വണ്ടി ഇത് ഉള്ളിലേക്ക് നല്ല പരിചയമുള്ള എവിടെന്നാ വാങ്ങി? ഹലോ അണ്ണാ വണക്കം. ഇത് ഔട്ട് സൈഡ്. ഓ വണക്കം. അണ്ണാ എവിടെ എங்க இருக்கடா? ഞാൻ ഇന്ന് ഡേവിഡ് ചന്ദ്രനാണ്. ചന്ദ്രനിലൂടെ. എന്താടാ നമ്മുടെ തക്കട് വീട്ടിലെ വണ്ടി? എടാ ഈ മോഡിഫൈ ചെയ്താണോ അത്? എടാ ഹലോ, നീ വന്നിട്ട് എന്നെ ഒന്ന് വിളിക്കാനോ ഒന്ന് സംസാരിക്കാനോ നിനക്ക് ഓർമ്മയുണ്ടോ എന്നെ? നിന്നെ ഞാൻ 1997 കണ്ടതല്ലേ ലാസ്റ്റ്? ആക്റ്റീവ് ആവെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ നീ അന്ന്? ഇപ്പൊ ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ എന്താ 6 ദിവസം ബാന? അല്ല ഇപ്പൊ എനിക്ക് ഭ്രാന്താണ്. മണ്ടബുദ്ധി അണ്ണാ. ഇപ്പൊ എനിക്ക് മറവിയൊക്കെ ഉണ്ട്, മനസ്സിലായി. മറന്നുപോയി. ഇന്നത്തെ കാര്യം നാളെ എനിക്ക് ഓർമ്മയില്ല. ശരി അണ്ണാ നീ എവിടെ ഉണ്ട് ഇപ്പം? എനിക്ക് നിന്നോട് സംസാരിക്കാൻ വേണ്ട. എനിക്ക് നിന്നോട് ഒന്നും ചെയ്യണ്ട. എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. ഇല്ല നിന്റെ ചന്തിയോട് എനിക്ക് നല്ല താല്പര്യമുണ്ട്. അവന്റെ വർത്താനം ഞാൻ ഒരു ചെറിയ പരിപാടി നിൽക്കും. ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് വിളിക്കാം. വാ. അയ്യോ ഇത് എന്റെ വീടാണ്. ഞാൻ വരാതെ എങ്ങനെയാണ്? നിങ്ങളുടെയൊക്കെ പേരെന്താ? ഞാൻ ജോൺ ബോസ്. ഫർഹാന പെങ്കൊച്ചിന്റെ പേരല്ലേ അത്? ഫർഹാൻ. ഓക്കെ ഫർഹാൻ. ഓക്കെ ഞങ്ങൾ അത്ര നാട്ടാ വിളിക്കുന്നേ.